ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് കുറച്ച് സിമ്പിൾ റീഡിംഗ് ആണ്, ഒരുപാട് ഡീറ്റെയിൽ അല്ല. മെയിനായിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത് ഗൈഡൻസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും അത് എപ്പം നടക്കും എന്നും ഓക്കെ. അങ്ങനെ ഈ ഡെക്കിന്ന് ഞാൻ ഒരു ജസ്റ്റ് ഒന്നോ രണ്ടോ കാർഡ് എടുക്കാൻ ശ്രമിക്കും, എന്ത് കാര്യത്തിനെ കുറിച്ചാണ് എന്നൊരു ഐഡിയ കിട്ടാൻ. ആൻഡ് അതിൻ്റെ ഗൈഡൻസും സമയവും നമുക്ക് നോക്കാം. ഓക്കെ, സോ ടൈമിംഗ് സിറ്റുവേഷൻ, അതിൻ്റെ ഒരു ഗൈഡൻസ് ആൻഡ് ഒരു ടൈമിംഗ് കൂടി എടുക്കാം. എപ്പം നടക്കും കാര്യം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, 4 പൈൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ, കാരണം ഇത് വേറെ വേറെ സിറ്റുവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഡിഫറെൻറ്റ് റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് വൺ, റെഡ് ഏഞ്ചൽ. ഓക്കെ, റെഡ് ജാസ്പർ ഏഞ്ചൽ. സെക്കൻഡ് വൺ, റോസ് ക്വാർട്സ് ഏഞ്ചൽ. ഏഞ്ചൽസ് എന്താ പറയുക നോക്കാം. തേർഡ് വൺ, ക്ലിയർ ക്വാർട്സ് ഏഞ്ചൽ. ഓക്കെ, ഫോർത്ത് വൺ, ഗ്രീൻ അവെഞ്ചുറിൻ. ഓക്കെ, അപ്പോൾ 1 2 3 4. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഓരോന്നിനും കാർഡ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ റെഡ് ഏഞ്ചലിൻ്റെ നമുക്ക് എന്താ ചെയ്യാം നോക്കാം. മെസ്സേജ്, തോട്ട്സ്, എന്തിനെക്കുറിച്ചാണ്? ഇംപ്രിസൺമെൻറ്റ്. ഓക്കെ, ഒരു ചെറിയ ഇൻഫർമേഷൻ എടുക്കാനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ എന്തോ കാര്യത്തിനെ ഓർത്ത് ഒരു വറീഡാണ്. ചിലവർക്ക് ഇവിടെ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജയിൽ എന്ന രീതിക്കാണ്. കോർട്ട് കേസോ കാര്യങ്ങളോ ഉണ്ടാവാം നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും. മേ ബി നിങ്ങളുടെ കരിയറിൽ, ജോലിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലോൺ അടയ്ക്കാൻ വൈകി, അങ്ങനെ എന്ത് തന്നെ കാര്യങ്ങളായാലും ജപ്തി വരാനോ, അല്ലെങ്കിൽ സോറി എനിക്ക് പറയുമ്പോൾ വിഷമമുണ്ട്, എന്തെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യത്തിനെ ഓർത്ത് മേ ബി നിങ്ങളുടെ പേടിയായിരിക്കും, ദറ്റ് അങ്ങനെ എത്തുമോ എന്നുള്ളൊരു പേടിയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. കാരണം തോട്ട്സ് ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് വറി ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളെ ഓർത്ത്. ഓക്കെ, മെയിനായിട്ട് ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, ലോണിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ, വീടിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്. ഓക്കെ, മേ ബി നിങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒരു ഫോൾസ് കേസ് കൊടുത്തതായിരിക്കാം. ഓക്കെ, നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ എതിരെ കേസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, അങ്ങനെ ആയിപ്പോവോ എന്നുള്ള ഒരു പേടിയായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, യൂണിവേഴ്സ് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് നോക്കാം നമ്മളോട്. ചിലപ്പോൾ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് വറി ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് പേടിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു മൗസ് കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആക്ച്വലി ഒരു ഫ്രണ്ട് വന്ന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ കാർഡ് നോക്കുമ്പോൾ എന്തായാലും നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, പണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ കുറച്ച് സമയം എടുക്കുന്ന കാണുന്നുണ്ട്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വഴികൾ തെളിഞ്ഞു കിട്ടും. ഓക്കെ, കാര്യങ്ങൾ അബണ്ടൻസ് വരുന്നു എന്നാണ് കാണുന്നത്. ഓപ്പർച്യൂണിറ്റിയാണ്. സോ നിങ്ങളുടെ ഈ പേടി ഐ തിങ്ക് ഓവർ തിങ്കിങ് ആയിരിക്കാം. നിങ്ങൾക്ക് പേടിയായിരിക്കാം, എന്നിട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ആവോ എന്നൊക്കെ നിങ്ങളുടെ പേടികളായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കുറച്ച് മാസം എടുക്കും, സമയം എടുക്കും, പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ മാറി വരും, ശരിയായി വരും, എല്ലാം ഓക്കെ ആവും എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റിക്കവറി, യെസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഇത് നിങ്ങൾ ഐ തിങ്ക് ഓവർ തിങ്കിങ് മാത്രമാണ് നിങ്ങൾ മനസ്സിൽ. ആക്ച്വലി ഇത് മനസ്സിൻ്റെ ബ്ലോക്കേജും ആവാം. യെസ്, ഞാൻ അതാണ് നേരത്തെ തന്നെ ആലോചിച്ചു. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഇംപ്രിസൺമെൻ്റ് ആണെന്ന് പറയാം. നിങ്ങളുടെ തോട്ട്സിൽ പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ മനസ്സിൻ്റെ ആ ഒരു, നമ്മൾ പറയില്ലേ, നെഗറ്റീവ് ചിന്തകളിലേക്ക് നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരിക്കും ഒരു ജയിലിൻ്റെ കാര്യം ആവണമെന്നില്ല എല്ലാവർക്കും. അതിന് ഏതെങ്കിലും റെയർ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ കണക്ട് ആവാം. ബാക്കിയുള്ളവർക്ക് ഐ തിങ്ക് ഇത് നിങ്ങളുടെ ചിന്തകളെയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചിന്തകളുടെ ആ ഒരു കൂട്ടിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, ജയിലിൽ നിങ്ങൾ സ്വയം അവനവനെ നിങ്ങൾ ബന്ധിച്ച് വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരും. ഇതൊക്കെ സിറ്റുവേഷൻ ബെറ്റർ ആവും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് സിറ്റുവേഷൻ മാറി വരും. പിന്നെ ഈ നെഗറ്റീവ് തിങ്കിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക. നെഗറ്റീവ് തിങ്കിങ് മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോവാം, മുന്നോട്ട് നല്ലത് വരും എന്ന് പറയുന്നുണ്ട്. ടൈമിംഗ് നോക്കാം. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ നിങ്ങളുടെ എപ്പോൾ ബെറ്റർ ആവും എന്ന രീതിക്ക് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്താ ഗൈഡൻസ് തരുന്നത്? വിത്തിൻ 3 months, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അവിടെ ഉണ്ടായിരുന്നു. വിത്തിൻ 3 months അവിടെ ഉണ്ട്. നമുക്ക് അത്ര മതി അല്ലേ? ഒരു കാർഡ് എടുത്താൽ മതി. അപ്പോൾ ഒരു 3 മാസത്തെ സമയം പറയുന്നുണ്ട്. തിങ്സ് ഹാപ്പൻ സൂണർ വെൻ യു ഫോക്കസ് യുവർ എനർജി ഓൺ യു. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്തയിൽ വെറുതെ അങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പോയിട്ടോ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോയിട്ടോ കാര്യമില്ല. ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡിനെ മാറ്റിയെടുക്കാം.
ഒരു 3 മാസം ചിലപ്പോൾ സമയമെടുക്കും, നിങ്ങൾ കാര്യങ്ങളൊന്നും ബെറ്റർ ആക്കി വരാൻ സമയമെടുക്കും. പക്ഷെ നിങ്ങൾ ചിന്തകളിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അവനവനെ നിങ്ങൾ ആ പെട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകാൻ, നെഗറ്റീവ് തിങ്കിങ്ങിൽ നിന്ന് ഒന്ന് പുറത്തു വരിക, മനസ്സിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തു വരിക, ചിന്തകളിൽ നിന്ന് പുറത്തു വരിക, ആക്ഷൻ എടുക്കുക. ഓക്കെ, കാര്യങ്ങൾ ചെയ്തു പോവുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു പോവുക, എല്ലാം പ്രോപ്പർ ഒരു വഴിക്ക് നമുക്ക് എത്തും എന്ന് പറയാം. ഓക്കെ, സോ സെക്കൻഡ് പൈലിലേക്ക് മൂവ് ചെയ്യാം. സെക്കൻഡ് പൈൽ ഇതവിടെ മാറ്റി അല്ലേ? ഓക്കെ, സെക്കൻഡ് പൈലിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? കമ്മ്യൂണിറ്റി, കോഫിൻ. ഓക്കെ, ഇവിടെ ഓക്കെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് വല്ലതുമായിരിക്കാം നിങ്ങൾക്ക്. ചിലവർക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, ചില എൻഡിങ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ്, നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ആരെങ്കിലും മരണപ്പെട്ട് കാണാം, നിങ്ങളുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാം. ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ആക്ച്വലി ഒരു ഫംഗ്ഷൻ നടക്കുന്നതായിട്ട് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഇതിവിടെ. ഓക്കെ, ശരിക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ എന്ന രീതിയിൽ അങ്ങനെയും തോന്നുന്നുണ്ട്. ഒരു മരണത്തിൻ്റെ കാര്യം തോന്നുന്നുണ്ട്, ചില എൻഡിങ്സ്. ഓക്കെ, മേ ബി നിങ്ങൾ ഫാമിലിയിൽ നിന്ന് അല്പം അകലുന്നു എന്നും പറയാം, അങ്ങനെയും കാര്യങ്ങളാവാം. ഓക്കെ, നിങ്ങൾ ഫാമിലി അതിൽ നിന്ന് ഒരു ലേശം അകന്ന് നിൽക്കുന്നു, അവർ ചിലപ്പോൾ ഫാമിലി ആയിട്ട് അകന്നിട്ട് നിങ്ങൾ ആ ഒരു എൻഡിങ് എന്ന് നമ്മൾ പറയുമല്ലോ, അതിനെ നമുക്ക് കോഫിൻ ആയിട്ട് എടുക്കാം, ഡെത്ത് ആയിട്ട് എടുക്കാം. ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയിൽ നിന്നൊക്കെ ലേശം അകന്നിട്ടുണ്ടാവാം. ആ കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഉള്ളത്. അല്ലെങ്കിൽ ഫാമിലിയിൽ ആക്ച്വലി ഇവിടെ എൽഡേഴ്സിൻ്റെ പിക്ചറാണ്. സോ മേ ബി അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ടെൻഷൻ ആയിരിക്കാം, അവരുടെ ഹെൽത്തിനെ കുറിച്ചുള്ള കൺസേൺ ആയിരിക്കാം, നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള കൺസേൺ ആയിരിക്കാം. നിങ്ങൾക്ക് ഇവിടെ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഫാമിലി എന്ന രീതിയിലാണ് തോന്നുന്നത്, അല്ലാണ്ട് വേറെ ഫുൾ സൊസൈറ്റി എന്നല്ല. നിങ്ങളുടെ ഫാമിലി ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് മേ ബി എന്തെങ്കിലും ഒരു ടെൻഷനോ വറിയോ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ഒരു എൻഡിങ് ആയി പോവോ എന്നുള്ളൊരു പേടിയായിരിക്കാം. അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ അകന്നിട്ടുണ്ടാവാം, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഡെത്തോ അങ്ങനത്തെ കാര്യം ഉണ്ടാവാം. സോ ഒരു 2-3 സിനാരിയോ ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് എനിക്ക്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുക്കട്ടെ, ജസ്റ്റ് ഒന്ന്. ഈ സിറ്റുവേഷനിൽ എന്താണ് ഒരു ഗൈഡൻസ്? ഡിസ്റ്റന്റ് ഹൊറൈസൺ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ മാറിപ്പോണ്ടി വരുമായിരിക്കാം ഫാമിലിയെ വിട്ടിട്ട്. ആക്ച്വലി യെസ്, അതിന് ഞാൻ പറഞ്ഞു. ഒന്ന് എൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൂരേക്ക് മാറിപ്പോണു എന്ന രീതിയിലായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വിട്ടു പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ, ഫാമിലിയെ വിട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നൊക്കെയുള്ള ചിന്തകൾ. ഓക്കെ, അങ്ങനത്തെ ഒരു പേടിയായിരിക്കാം. ഡെത്ത് വല്ലതും ഓൾറെഡി ആക്ച്വലി നിങ്ങൾ ദൂരെ ഇരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു സിനാരിയോ എൻ്റെ മനസ്സിൽ വന്ന് പറയുകയാണ്, നിങ്ങൾ ദൂരെ ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇപ്പോൾ ഹെൽത്ത് വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് അങ്ങനെ വല്ല ന്യൂസ് കിട്ടുന്നതായിരിക്കാം. ദറ്റ് അവരുടെ ഹെൽത്തിൻ്റെ എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഫാമിലി ആരെങ്കിലും മരിച്ചു, ഫാമിലി ആവണം എന്നില്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും. ഓക്കെ, വളരെ ക്ലോസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആരെങ്കിലും ചിലപ്പോൾ മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് കിട്ടിയതായിരിക്കാം. നിങ്ങൾ ദൂരെ ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് വറി ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയായിരിക്കും, ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയെ വിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടികൾ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഇവിടെയും ഓക്കെ, ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്, ടേക്ക് ആക്ഷൻ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ സിനാരിയോയിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ദൂരെയാണ്, നിങ്ങളുടെ ഫാമിലിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അങ്ങനത്തെ പല സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളോട് പറയുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കാം. ഓക്കെ, ആൻഡ് ടേക്ക് ആക്ഷൻ എന്നുമുണ്ട്. മേ ബി നിങ്ങൾ ചിലപ്പോൾ ഒരു ട്രാവലിംഗ് വേണ്ടി വരുമായിരിക്കും, കാരണം ഇതൊരു കുതിരപ്പുറത്തിരുന്ന് വരുന്ന പോലെയുണ്ട്. സോ മേ ബി നിങ്ങളൊരു യാത്ര വേണ്ടി വരുമായിരിക്കും. നമ്മൾ ചാരിറ്റ് കാർഡ് പറയുന്ന പോലെയുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ഒരു യാത്ര ചിലപ്പോൾ വേണ്ടി വന്നേക്കാൻ പെട്ടെന്ന്. ആക്ച്വലി ഇവിടെയും ഷിപ്പാണ് അല്ലേ, അപ്പം നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്നൊരു യാത്ര നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. ടെൻഷൻ അടിച്ചിരുന്ന് മാത്രം കാര്യമില്ല, ആക്ഷൻ എടുക്കൂ എന്നുകൂടിയാണ്. ആൻഡ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങൾക്കൊരു മേ ബി സിറ്റുവേഷൻ ബെറ്റർ ആവും എന്നായിരിക്കും. ട്രസ്റ്റ്. ഓക്കെ, സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. കാര്യങ്ങൾ അങ്ങനെ മോശമൊന്നും ആവില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഓക്കെ ആയിട്ട് വരും, ബെറ്റർ ആയിട്ട് വരും. ഇവിടെ വേറെ എന്താ സിനാരിയോ പറയാനുള്ളത് നോക്കണം ഞാൻ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഓക്കെ, ട്രസ്റ്റ്.
ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ നിന്ന് ഒരു അകൽച്ച വന്നു എന്ന് വിചാരിക്കും. ജസ്റ്റ് നമ്മൾ പറയില്ല ഡിസ്റ്റൻ്റ് ആയി, അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആ രീതിക്ക് ഉണ്ടെങ്കിൽ, അത് ഫാമിലി ആരും ആവാം, പാരൻസ് ആവാം, വൈഫോ ഹസ്ബൻഡോ ആവാം, ഫ്രണ്ട്സ് ആവാം, എന്തും ആവാം. ഓക്കെ, അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ നിങ്ങൾ അകന്നിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ മേ ബി ഒരു കൗൺസിലിംഗ് എടുക്കേണ്ട കാര്യമായിരിക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ ചിലപ്പോൾ ചിലവർക്ക് കൗൺസിലിംഗ് വേണ്ടി വരാം, ചിലവർ എന്തായാലും വിത്തിൻ ഫ്യൂ മന്ത്സ് കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് വരും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആക്ഷൻ എടുക്കാൻ ഇവിടെയും ഓക്കെ ഉണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമായിരിക്കും. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ എന്നും പറയുന്നുണ്ട്. ഈ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഐ തിങ്ക് അത് നിങ്ങൾക്ക് മാറ്റം വരും എന്ന് പറയാം. ഓക്കെ, ഇതൊരു അറിയില്ല, ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആക്ഷൻ എടുക്കണം, നിങ്ങൾ ടെസ്റ്റിങ് കാര്യങ്ങൾ ചെയ്യാം, കാരണം വെച്ചിരിക്കേണ്ട എന്നൊക്കെ പറയുന്നതായിരിക്കാം. ഓക്കെ, സോ പൈൽ 2 അതാണ്. ടൈമിംഗ് നോക്കിയില്ല അല്ലേ, സോറി. ഓക്കെ ഓക്കെ, പൈൽ 2 നമുക്ക് ഒരു ടൈമിംഗ് കൂടി നോക്കാം. സോറി, ഞാൻ കാർഡ്സ് മാറ്റി. പൈൽ 2 ടൈമിംഗ് വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഓക്കെ, അറൗണ്ട് ജൂലൈ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒരു 1-2 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടും എന്ന രീതിക്കാണ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് എന്തെങ്കിലും, ചിലപ്പോൾ ഇപ്പോൾ ദൂരെയാണ് നിങ്ങളെങ്കിൽ അവിടെ ഒരു ന്യൂസിനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ന്യൂസ് 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരുമെന്നായിരിക്കാം. നിങ്ങൾ ഇന്ന് ദൂരെയാണ്, അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരണം, ഫാമിലിയുടെ അടുത്തേക്ക് വരണം പെട്ടെന്ന് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരം വരാനുള്ള ചാൻസ് ആണ്. ഐ തിങ്ക് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ഇവിടെ മേ ബി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നോക്കാം. അറൗണ്ട് ജൂലൈയും ഉണ്ട്. സോ മേ ബി ഒരു 2 മാസം, അഗൈൻ 2 മന്ത്സും ഉണ്ട്. സോ കപ്പിൾ ഓഫ് ഡേയ്സ് ടു 2 മന്ത്സ്. ഓക്കെ, ഒരു 2 ദിവസം അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, സോ നമുക്കിവിടെ തേർഡ് പൈലിലേക്ക് പോവാം. തേർഡ് പൈലുകാർക്ക് ഇവിടെ എന്തായിരിക്കും സിറ്റുവേഷൻ നോക്കട്ടെ. എന്താണ് ഇവരുടെ സിറ്റുവേഷൻ ഇപ്പം നിങ്ങളുടെ? ലവേഴ്സ് കാർഡാണ്. ഞാൻ പിടിച്ചത് തിരിഞ്ഞുണ്ടോയെന്ന് അറിയില്ല. യെസ്, ഓക്കെ. സഡൻ വെൽത്ത്. ഓക്കെ, ഇവിടെ ലവേഴ്സും സഡൻ വെൽത്തും ഉണ്ട്. സോ മേ ബി ലക്കിൻ്റെ കാര്യം പറയാം. ലക്ക് ഇൻ ലവ് എന്ന് പറയാനാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. നിങ്ങളുടെ സിറ്റുവേഷനിൽ മേ ബി എനിക്ക് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ലക്ക് നിങ്ങൾക്ക് വരുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും പേഴ്സണിനെ വെയിറ്റ് ചെയ്ത് നിന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഓഫർ തരും, ലവ് ഓഫർ തരും. നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് മീൻസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ റിയൂണിയൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അതൊരു ലക്കായിട്ട് നിങ്ങൾക്ക് പറയാം. ചിലവർക്ക് ഇവിടെ മണി, ഒരു സഡൻ മണി വെൽത്ത് കിട്ടുന്നതായിട്ടും ഉണ്ട്. അത് രണ്ടും വേറെ വേറെ സിറ്റുവേഷനും ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി എന്താ പറയുക, ഒരു ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചോയ്സിൻ്റെ കാര്യം പറയാറുണ്ട്. സോ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് പറയും അല്ലേ. അപ്പോൾ ആ തീരുമാനം എടുക്കുന്നതിനനുസരിച്ച് മേ ബി നിങ്ങളുടെ ലൈഫിൽ ലക്ക് പെട്ടെന്ന് സഡൻ വെൽത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ആണ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയും പറയാം. ഇവിടെ മെയിൻലി എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം തോന്നുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലക്ക് വരും എന്ന് പറയാം. ഐ തിങ്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കാർഡ് കൂടി വേണോ? ഇത് വളരെ മെയിൻ ഫീമെയിൽ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് സീരിയസ്ലി ഇത് മെച്യൂർഡ് മാനും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു ലക്ക് വരുന്നുണ്ട് എന്നാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർഷിപ്പ്, റിയൂണിയൻ, നിങ്ങൾ തമ്മിൽ മാരേജ്, കമ്മിറ്റ്മെൻറ്റ്, സെലിബ്രേഷൻ, എന്ത് തന്നെ പറഞ്ഞാലും ശരി, ലക്ക് ഇൻ ലവ് എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ക് വരാനുള്ള ചാൻസ് ആണ്. അത് എപ്പോഴേക്കും നടക്കുമെന്ന് നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ അത് എപ്പോഴേക്ക്, അല്ലെങ്കിൽ കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് കൂടി നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ. ഗെറ്റ് മോർ ഇൻഫർമേഷൻ, ബി അസർട്ടീവ് ആൻഡ് നോ നീഡ് ടു വറി. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഈ കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ അതിന് നിങ്ങൾ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് മറ്റേ പേഴ്സണിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ തന്നെ ഒരു ബോൾഡായിട്ട് നിന്ന് നിങ്ങൾ തന്നെ പറയണം എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോ നീഡ് ടു വറി ഉണ്ട് ഇവിടെ. നിങ്ങൾ പേടിക്കേണ്ട, ഈ സിറ്റുവേഷൻ എന്തായാലും ബെറ്ററിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ജസ്റ്റ് പക്ഷേ എല്ലാം അന്വേഷിച്ച് വെക്കുക, നിങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ച് വെക്കാം. ആൻഡ് ബി അസർട്ടീവ് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ തന്നെ അവിടെ പറയുക ദറ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു പേഴ്സണിനെ ഇഷ്ടമാണ്, അവർ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അവരെ മുമ്പിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം.
ദറ്റ് യെസ് എനിക്കിതൊരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഓക്കെ, ഇതിവിടെ നല്ല പോസിറ്റീവാണ് റീഡിങ് ഇവിടുത്തെ. നിങ്ങൾക്കൊരു റീയൂണിയൻ എന്ന രീതിക്ക് തന്നെയാണ്. ഹാവ് ഫെയ്ത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്കിത് എപ്പോഴൊക്കെയായിരിക്കും നിങ്ങൾ ഈ റിയൂണിയൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ബെറ്റർ എപ്പോഴായിരിക്കും? ജാനുവരി. ഓക്കെ, ജാനുവരിയിൽ, ഡിസംബർ, ജാനുവരി. ഓക്കെ, കീപ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ഓഫ് ലൈഫ്. ഓക്കെ, ഇത് ഐ തിങ്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് എത്തും തീർച്ചയായിട്ടും. ഓക്കെ, ഡിസംബർ ജനുവരി രണ്ടും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ആക്ച്വലി വേറൊരു കാർഡ് ഇടയിൽ ഐ തിങ്ക് എവിടെയോ ഒരു ഇയർ ഫ്രം നൗ അവിടെ ഉണ്ട്. ഇയർ ഫ്രം നൗ ഉണ്ട്. ഇപ്പോൾ 1 ഇയർ അല്ല, ബട്ട് ഐ തിങ്ക് വിത്തിൻ 1 ഇയർ നിങ്ങളിത് പ്രോപ്പർ ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരാളോട് സംസാരിച്ചു, കാര്യങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി, അവരുമായിട്ട് ഒരു വീട്ടിലൊക്കെ സംസാരിച്ചു, പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾ മെല്ലെ മുന്നോട്ട് പോകുമ്പോൾ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റോടെ നിങ്ങളൊരു മാരേജ് എന്ന രീതിയിലോ അല്ലെങ്കിൽ റീയൂണിയൻ ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കും. ഓക്കെ, അല്ലാണ്ട് 1 ഇയർ കാത്തിരിക്കണം എന്നല്ല, പക്ഷെ വിത്തിൻ 1 ഇയർ ഐ തിങ്ക് നിങ്ങളൊരു പ്രോപ്പർ ശരിക്കും മാരേജ് കമ്മിറ്റ്മെൻറ്റ് ആ രീതിക്ക് നിങ്ങൾ എത്തും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ പൈൽ 3 നമുക്കതായിരുന്നു. പൈൽ 4 നോക്കാനി. പൈൽ 4 പ്രിവിലേജ് ലേഡി, പാത്വേ. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഉണ്ട്, ഞാനതാണ് വിചാരിച്ചത്. ആൻഡ് പ്രിവിലേജ് ലേഡി, കോഫിൻ ആൻഡ് പാത്വേ. ഓക്കെ, ഇത് ഇവിടെ ഐ തിങ്ക് ഒരു മരണത്തിൻ്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ഇൻകം എന്ന് കാണുന്നുണ്ട്. സോ ഇവിടെ ചിലവർക്ക്, നിങ്ങളുടെ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ സപ്പോസ് ഇമ്മീഡിയറ്റ് ഞാൻ പറയുന്നില്ല അങ്ങനെ, എനിക്ക് വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് അങ്ങനത്തെയൊക്കെ പറയാൻ. പക്ഷേ ഫാമിലിയിൽ മേ ബി നിങ്ങളുടെ ക്ലോസ് ഫാമിലി ആരെങ്കിലും മരണപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. ഓക്കെ, അതായത് സ്വത്തിൻ്റെ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യണം അല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കയ്യിലെത്തുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പ്രിവിലേജ് ലേഡി എന്നെടുക്കേണ്ട മാനായിട്ടും എടുത്തോളൂ. അതായത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പുതിയ പാത്ത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി ഇൻകം കിട്ടുന്നുണ്ട് എന്നാണ്. ആ ഇൻകം പക്ഷെ നിങ്ങളുടെ പൂർവിക സ്വത്ത് എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ അങ്ങനെ ഒരു സിനാരിയോ ആണ് എനിക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അല്ല, വേറെ ഒന്നും പറയാനില്ല ഇവിടെ. ഓക്കെ, ഇതിവിടെ നിങ്ങളുടെ ക്ലോസ് ഫാമിലി അല്ലെങ്കിൽ ഇപ്പോൾ പൂർവികർ ആരെങ്കിലും മരിച്ചവരുടെ എന്തെങ്കിലും സ്വത്തൊക്കെ ഭാഗം വെച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മണി വരാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിക്ക് കൂടി പറയാം, എന്തെങ്കിലും സിറ്റുവേഷൻ എൻഡ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് അത് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ. ഓക്കെ, ലൈക്ക് എന്തെങ്കിലും ഒരു എന്താ ഇപ്പോൾ പറയാൻ ഞാനിതിന്, പ്രിവിലേജ് ലേഡി എന്ന് പറയുമ്പോൾ ഡൈവേഴ്സ് കേസ് അങ്ങനത്തെ വല്ലതൊക്കെയാണ് എനിക്ക് തോന്നിയത്. മേ ബി ഡൈവേഴ്സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ, അപ്പോൾ അതായത് ഒരു മാരേജ് എൻഡായി എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, മാരേജ് എൻഡായി എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഓൺ പാത്തിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ പോവുകയാണ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, അത് ലേഡി ആവണമെന്നില്ല, മാനായാലും ലേഡി ആയാലും രണ്ടും എടുത്തോളൂ. നിങ്ങൾ മാരേജ് ചിലപ്പോൾ ഇവിടെ ലേഡീസിനായിരിക്കാം കൂടുതൽ. ഓക്കെ, കാരണം അവർക്കാണ് ലേഡീസിന് എന്തെങ്കിലും പണം കിട്ടുമ്പോഴാണല്ലോ അവർക്കത്, ആണുങ്ങളാവുമ്പോൾ അത് ആവശ്യമില്ല, അതുകൊണ്ട്. ഓക്കെ, സോറി. അപ്പോൾ ലേഡീസ് അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൈവേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇൻകം, അതായത് ഒരു എന്തെങ്കിലും ഡൈവേഴ്സിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട തന്നെയാണ്. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കും എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഈ 2 കാര്യമാണ് തോന്നിയത് ഇവിടെ. യൂണിവേഴ്സ് എന്താ പറയുന്നത്? ട്രസ്റ്റ് അഗൈൻ. ഒരേ കാർഡ് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും. സക്സസ്. ഓക്കെ, ദർ സംതിങ് ബെറ്റർ. വെരി ഗുഡ്. ഓക്കെ, ഇത് എനിക്ക് എന്താ ഫീൽ ചെയ്തറിയോ, ഈ കാർഡുമായിട്ട് മാച്ച് തോന്നി. അതായത് നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ എൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡൈവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും മരണപ്പെട്ട കാര്യങ്ങളായാലും
നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നുണ്ട് എന്ന് പറയാം, പക്ഷെ അതിൽ നമ്മൾ അങ്ങനെ ആ രീതിക്ക് പറയരുത്. സോ മേ ബി എവിടെയോ നിങ്ങളുടെ ലൈഫിൽ ചില എൻഡിങ്സ് പക്ഷെ നിങ്ങൾക്ക് നല്ല ഇനാണ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ പാത്ത് വേ ഓപ്പൺ ആയി വരുന്നത്, അത് സംതിങ് ബെറ്റർ എന്നാണ് പറയുന്നത്. സോ നിങ്ങളിപ്പോൾ ഡൈവേഴ്സോ അങ്ങനെ വരുന്നോ കാര്യങ്ങളാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അത് സിറ്റുവേഷൻ നല്ലതിനാണ്, ബിക്കോസ് അത് നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ല ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നു എന്ന രീതിയിൽ പറയാം. നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസ് എന്ന നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻസ് അങ്ങനെ കിട്ടുന്നതായിട്ടാണ്. സോ ദർ സംതിങ് ബെറ്റർ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഡൈവേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വഴിയിൽ ഏണിങ്ങിനുള്ള ഒരു വഴി കിട്ടുമായിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്യുക. ഈ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൈവേഴ്സ് കേസ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടെൻഷനിലായിരിക്കും അല്ലേ. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് ആൻഡ് ദർ ഇസ് സംതിങ് ബെറ്റർ ഫോർ യു എന്നാണ് പറയുന്നത്. സോ എന്തെങ്കിലും എൻഡ് ആവുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ആ എൻഡിങ് നിങ്ങൾക്ക് വേറെ നല്ലതിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ്. ഓക്കെ, ഡിവൈൻ ടൈമും കൂടി നോക്കിയേക്കാം. ഓക്കെ, നവംബർ അറൗണ്ട് ജൂൺ. ഓക്കെ, അറൗണ്ട് ജൂൺ ഇപ്പോൾ ആയി ഓൾറെഡി. ഈ ജൂൺ തൊട്ട് നവംബറിൻ്റെ ഉള്ളിൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു വരുന്ന ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാര്യത്തിൽ തീരുമാനമാവും എന്ന് പറയാം. മേ ബി ഡ്രൈവേഴ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഫൈനലൈസ് ആവും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്വത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഭാഗം വെച്ച് കിട്ടാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഈ ജൂൺ തൊട്ട് നവംബറിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിൽ അത് സംഭവിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.